ഈ ഡാർക്ക് വെബ് എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു കൺഫ്യൂഷനും ഒരു പേടിയൊക്കെയാണ് തോന്നുക. കാരണം ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു കാര്യമാണെന്നാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡാർക്ക് വെബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഡാർക്ക് വെബ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഡാർക്ക് വെബിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതായത് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഇന്റർനെറ്റ് നമുക്ക് 3 തരംതിരിക്കാം. അതായത് ഒന്ന് സർഫസ് വെബ്, ഒന്ന് ഡീപ്പ് വെബ്, ഒന്ന് ഡാർക്ക് വെബ്. ഇതിൽ സർഫസ് വെബ് എന്ന് പറയുന്നതാണ് ശരിക്കും ഓപ്പൺ വെബ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ബ്രൗസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഗൂഗിളോ അല്ലെങ്കിൽ യാഹുവോ, അങ്ങനെ നമ്മൾ നോർമലായിട്ട് ഡേ ടു ഡേ ലൈഫിൽ നമുക്കറിയാവുന്ന വെബ്സൈറ്റുകൾ, എല്ലാവർക്കും അറിയാവുന്ന വെബ്സൈറ്റുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുത്ത് യൂസ് ചെയ്യാവുന്ന വെബ്സൈറ്റുകൾ, ഇതിനെയാണ് നമ്മൾ ഓപ്പൺ വെബ് അല്ലെങ്കിൽ സർഫസ് വെബ് എന്ന് പറയുന്നത്. ഇതിന്റെ പുറത്ത് ഗവൺമെന്റിന് ഒരു റെഗുലേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ നമ്മളത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഈ രീതിയിൽ യൂസ് ചെയ്യരുത്, അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഓരോരോ കൺട്രീസിലും അല്ലെങ്കിൽ ഓരോ റീജിയൻ വൈസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത് വരുന്നൊരു കാര്യമാണ് ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. ഡീപ്പ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർഫസ് വെബിന്റെ പാർട്ട് തന്നെയാണ്. പക്ഷെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പാസ്വേഡോ അല്ലെങ്കിൽ ഒരു പേ വാളിന്റെ ബിഹൈൻഡിലൊക്കെ ആയിരിക്കും അത് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജിമെയിൽ ആണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ജിമെയിൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യണം. ആ ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള നമുക്ക് പാസ്വേഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷനോ പേയ്മെന്റോ കൊടുത്ത് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ ബേസിക്കലി ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. അപ്പം കമ്പനികൾക്കും മറ്റുമൊക്കെ അവർക്ക് അവരുടേതായ പ്രൈവറ്റ് ഏരിയാസ് ഉണ്ടാവും. അപ്പം അതിന്റെ എംപ്ലോയീസ് ലോഗിൻ ചെയ്ത് ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ സാധാരണക്കാരൻ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇച്ചിരി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സർഫസ് വെബിനെയാണ് നമ്മൾ ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വരുന്ന ഒരെണ്ണമാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതിന്റെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല, ആർക്കും ഒന്നും റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ, അതായത് ഒരു ഗവൺമെന്റ് ബോഡിക്കോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബോഡിക്കോ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻസും വെക്കാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരവരുടെ യുക്തിക്കനുസരിച്ച് ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിനി ഡാർക്ക് വെബിന്റെ ഒരു ഹിസ്റ്ററി നോക്കാം. അതായത് ഡാർക്ക് വെബ് എങ്ങനെ ഉണ്ടായി, ഇത് എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. ശരിക്കും ഇത് US നേവി അവരുടെ ഇന്റേണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റും വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ബേസിക്കലി. ഇത് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ട് ഓപ്പൺ സോഴ്സ് ആക്കുകയും അതിന്റെ പുറത്ത് ഒരുപാട് ഡെവലപ്മെന്റ് വരികയും ഇതിനെ ടോർ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ആക്കി മാറ്റി, അതായത് ഓണിയൻ റൂട്ടർ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ആക്കി ഇതിനെ മാറ്റുകയും ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ബേസിക്കലി ഇതൊരു ആർമി പർപ്പസ് അല്ലെങ്കിൽ ഡിഫൻസ് പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. പിന്നീട് അത് അനോണമസ് ആയിട്ട് നിൽക്കണം, പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അതാണ് ബേസിക്കലി ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ നമുക്ക് ഡാർക്ക് വെബിന്റെ ഒരു നല്ല വശവും ഇതിന്റെ ഒരു ദോഷകരമായ വശത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ നല്ല വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ പ്രൈവസി വേണ്ടവർക്ക് അവർക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫിലെ പല കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഒരു ഐഡന്റിറ്റി വ്യക്തമാക്കാതെ പല ന്യൂസുകളും ഷെയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഒരു ടോർ നമുക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി ഈവൾ സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാനോട് പറയുന്നില്ല. ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടോർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ഡാർക്ക് വെബ് യൂസ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് വെബിന്റെ ഒരു പോസിറ്റീവ് സൈഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ BBC പോലെയുള്ള ഗ്ലോബൽ ആയിട്ടുള്ള ന്യൂസ് ഏജൻസികൾ അവരവരുടെ ഡാർക്ക് വെബിൽ അവരുടെ തന്നെ ഒരു ഓൺലൈൻ പോർട്ടൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഡാർക്ക് വെബിൽ ഒരു വേർഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ചില രാജ്യങ്ങളിൽ, അതായത് ചില യുദ്ധങ്ങളോ മറ്റു കാര്യങ്ങളോ നടക്കുന്ന ചില രാജ്യങ്ങളിൽ ചില മീഡിയകൾ ബാൻ ചെയ്യും. അപ്പം ഈ മീഡിയ ബാൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് ശരിക്കുമുള്ള വാർത്തകൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർഗം ഉണ്ടാവില്ല. കാരണം ഇന്റർനെറ്റ് ത്രൂ ആക്സസ് ആയ ഓപ്പൺ വെബിൽ നമുക്ക് അവൈലബിൾ ആയ ഇത്തരം മീഡിയ സോഴ്സുകളെല്ലാം തന്നെ ആ രാജ്യം ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സമയത്തും ഈ ഡാർക്ക് വെബിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് വഴി നമുക്ക് ആ ഒരു BBC-യുടെ ഒക്കെ ന്യൂസ് ആക്സസ് ചെയ്യുകയും അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള റിയൽ ആയിട്ടുള്ള ന്യൂസുകൾ അറിയാനും വേണ്ടി സാധിക്കും. സോ ആ ഒരു അനോണമസ് ആയി നിന്നുകൊണ്ട് തന്നെ, അതായത് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലും ഗവൺമെന്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് മാത്രമല്ല ഇതുപോലെ BBC പോലുള്ള സൈറ്റുകൾക്ക്
അവർക്ക് പറയാൻ അവരുദ്ദേശിക്കുന്ന വാർത്തകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി പറ്റും. അപ്പം ഇതിനെ ശരിക്കും ജനങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യമാണ്. കാരണം ബാൻ വന്നു കഴിഞ്ഞാലും ന്യൂസ് അറിയാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു കാര്യമാണല്ലോ. ഇവിടെ അത് നല്ല രീതിയിലാണ് ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ BBC പോലെയുള്ള സൈറ്റുകൾ അവരുടെ ഡാർക്ക് വെബിൽ അവരൊരു പോർട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പം നിങ്ങൾ ഒരിക്കലും ഡാർക്ക് വെബിലുള്ള BBC വേറെ ടൈപ്പ് ന്യൂസുകളാണ്, അതുപോലെ ഓപ്പൺ വെബിലുള്ള വേറെ ടൈപ്പ് ന്യൂസുകളാണ് ചിന്തിക്കരുത്. ഇത് ജസ്റ്റ് ഒരു മിററാണ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ഒരു മിറർ കോപ്പി തന്നെയാണ് ഡാർക്ക് വെബിലുള്ളത്. നമ്മൾ ഈ ഒരു കാര്യം കുറച്ചും കൂടി ഡെപ്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു വാർ പോലുള്ള സിറ്റുവേഷൻ വരുമ്പം ഇതുപോലുള്ള ഇന്റർനാഷണൽ മീഡിയകൾ ബാൻ ചെയ്യപ്പെടുമ്പം ആ മീഡിയ ആക്സസ് ചെയ്യാനും ശരിക്കും രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് എന്താണ് നടക്കുന്നത് മനസ്സിലാക്കാനും ജനങ്ങളെ സഹായിക്കുന്ന ഒരു നെറ്റ്വർക്കായിട്ട് നമുക്ക് ഈ ഒരു ടോർ നെറ്റ്വർക്കിനെ നമുക്ക് കണക്കാക്കാം. ഏതെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ജനങ്ങൾക്ക് ഇതുപോലുള്ള മീഡിയ ആക്സസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ആ രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ, വളരെ സെൻസിറ്റീവായ കാര്യങ്ങൾ അവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കോ ഏതെങ്കിലും മീഡിയക്ക് ആ ഇൻഫർമേഷൻ കൈമാറണം എന്നുണ്ടെങ്കിൽ വളരെ അനോണമസ് ആയിട്ട് വേണം കൈമാറാൻ, അല്ലെ? അവരുടെ ഐഡന്റിറ്റി വ്യക്തമാകാത്ത രീതിയിൽ കൈമാറിയില്ലെങ്കിൽ അത് അവരുടെ ജീവനും ഒക്കെ ഭീഷണിയാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്തരം ഇൻഫർമേഷൻസ് കൈമാറാൻ വേണ്ടിയിട്ടും ശരിക്കും ഈ ഡാർക്ക് വെബ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓണിയൻ നെറ്റ്വർക്ക് വഴി അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ തന്നെ ഈ ന്യൂസ് ഏജൻസികളിലേക്ക് ഈ ഒരു ഡാറ്റ കൈമാറാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഡാറ്റ കൈമാറാൻ വേണ്ടിയിട്ടാണ് സെക്യൂർ ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർവീസുകൾ മീഡിയ കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ തന്നെ ഓൺ സെർവറുകളിൽ അവരത് റൺ ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്യൂർ ഡ്രോപ്പ് വഴി നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഈ മീഡിയ കമ്പനികൾക്ക് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിക്കുന്ന ഒരു ഡാറ്റയും അവിടെ കിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ട്രാക്ക് ചെയ്യാനോ ഒന്നും അത് പറ്റില്ല. നമ്മൾ വളരെ സേഫ് ആണ്. അതുപോലെ തന്നെ ഈ ഡാറ്റകളെല്ലാം അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റിനോ മറ്റ് ഏജൻസികൾക്കോ ഒന്നും ഇത് ട്രാക്ക് ചെയ്യാനോ മോണിറ്റർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവായ പല ഇൻഫർമേഷൻസും മീഡിയ കമ്പനികളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെക്യൂർ ഡ്രോപ്പ് പോലുള്ള സർവീസുകൾ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഡാർക്ക് വെബിലേക്ക് ആക്സസ് കിട്ടണമെങ്കിൽ ശരിക്കും നോർമൽ ആയിട്ടുള്ള ബ്രൗസേഴ്സോ കാര്യങ്ങളോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് വെബിലേക്ക് ആക്സസ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ടോർ ബ്രൗസർ എന്ന് പറഞ്ഞൊരു ബ്രൗസർ ഉണ്ട്. ഈ ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓണിയൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ഡാർക്ക് വെബിലുള്ള എല്ലാ URL നമ്മൾ ഓണിയൻ URL എന്നാണ് പറയുക, അല്ലെങ്കിൽ ഓണിയൻ നെറ്റ്വർക്ക് എന്നാണ് പറയുക. അപ്പോൾ ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടോർ എന്നുള്ളൊരു ബ്രൗസർ യൂസ് ചെയ്യണം. ടോർ ബേസിക്കലി ബ്രൗസർ മാത്രമല്ല, അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ്. ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡാർക്ക് വെബിലേക്ക് ആക്സസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് ടോർ ബ്രൗസർ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ടോർ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. അപ്പോൾ ആ ലിങ്ക് ആക്സസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വിൻഡോസിന് വേണ്ടിയിട്ടുള്ള ടോർ, അതുപോലെ തന്നെ macOS, ലിനക്സ്, ആൻഡ്രോയിഡിനൊക്കെ വേണ്ടിയിട്ടുള്ള ബ്രൗസേഴ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിന് അനുസരിച്ച് നിങ്ങൾ ആ ഒരു ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോർ എന്ന് പറഞ്ഞൊരു ബ്രൗസർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി, ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണക്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് കണക്ട് ചെയ്ത് കഴിയുമ്പം ഈ ഓണിയൻ നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ ബേസിക്കലി കണക്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓണിയൻ സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഓണിയൻ സൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടോർ എന്ന് പറഞ്ഞ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് BBC ഓണിയൻ URL എന്ന് സെർച്ച് ചെയ്യുമ്പം BBCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡാർക്ക് വെബിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഓണിയൻ URL നമുക്ക് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും BBC ന്യൂസ് D73 എന്നൊക്കെ പറഞ്ഞ് വലിയൊരു URL കാണുന്നില്ലേ. ബേസിക്കലി ഈ ഒരു URL വെച്ചിട്ട് വേണം നമുക്ക് ഡാർക്ക് വെബിലെ ഈ ഒരു BBC-യുടെ സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ബ്രൗസറിൽ ഈ ലിങ്ക് വർക്കാവില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിത് പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ URL-ലേക്ക് പോവില്ല. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടോറിൽ കയറിയിട്ട് ടോറിൻ്റെ അകത്ത് ഈ URL എൻ്റർ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് നിങ്ങൾ എൻ്റർ ചെയ്യുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ BBC-യുടെ ടോർ ഓണിയൻ നെറ്റ്വർക്കിലുള്ള അവരുടെ വെബ്സൈറ്റ് ലോഡായിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ മുകളിൽ URL നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന URL-ന്റെ അറ്റത്ത് ഓണിയൻ എന്നാണല്ലേ, നമ്മൾ സാധാരണ ഉള്ള പോലെ www.bbc.com അങ്ങനെ കാര്യങ്ങളോ ഒന്നുമല്ല. സോ ഇത് ഒരു ഡാർക്ക് വെബിലുള്ള BBC-യുടെ നെറ്റ്വർക്ക് ബേസിക്കലി നമ്മൾ ആക്സസ് ചെയ്തിരിക്കുകയാണ്. ഇത് അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഇത് ഏത് നാട്ടിലും BBC-യുടെ നോർമൽ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഏത് സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഈ വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഡാർക്ക് വെബിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. നെഗറ്റീവ് ആയിട്ടുള്ള ഈവിൾ ആയിട്ടുള്ള സൈഡിലേക്ക് നിങ്ങൾ പോകരുത്. കാരണം നമ്മളെല്ലാവരും ഇത്തരം ഫെസിലിറ്റികൾ നമുക്ക് കിട്ടുമ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.